MLA സ്ഥാനം രാജിവെക്കണമെന്ന പൊതുവികാരമാണ് സംസ്ഥാനത്തുള്ളത്. ഇത് താൻ മാത്രം അഭിപ്രായം പറയേണ്ട വിഷയമല്ല, സമൂഹമാകെ പറയേണ്ട വിഷയമാണ്. ഗർഭം അലസിപ്പിക്കാൻ ശ്രമിക്കുക മാത്രമല്ല, ഗർഭം ധരിച്ച സ്ത്രീയെ എന്ന തരത്തിലുള്ള ഭീഷണിയും നടത്തിയിട്ടുണ്ട്. ഇതൊരു ക്രിമിനൽ രീതിയാണ്. അങ്ങനെ വരുമ്പോൾ ശക്തമായ നിലപാടെടുത്തു പോകണം. ചില കാര്യങ്ങളൊക്കെ പലരെക്കുറിച്ചും കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയധികം പോയ സംഭവം ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയത്തിനാകെ തന്നെ, പൊതുപ്രവർത്തനത്തിന് ആകെ തന്നെ അപമാനം വരുത്തിവെച്ച സംഭവമാണിതെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇവിടെയെല്ലാം താല്പര്യങ്ങൾ വെച്ചാണ് നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം സമൂഹം നല്ലതുപോലെ ശ്രദ്ധിക്കും. കോൺഗ്രസിനകത്ത് പല അഭിപ്രായങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അഭിപ്രായം പ്രകടിപ്പിച്ചു. എന്നാൽ അത്തരത്തിലുള്ളൊരു നടപടി അവിടെ നിന്ന് ഉണ്ടാകുന്നില്ല. ചിലർ സംരക്ഷിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ചുള്ള ചില വിമർശനങ്ങളും മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനത്തിൽ നടത്തി. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും പൊതുധാർമ്മികത നഷ്ടമാകുന്നുള്ള മനോവ്യഥയാണ് ഈ സംഭവത്തിൽ തനിക്ക് ഉള്ളതെന്ന കാര്യവും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരു മാന്യതയുണ്ട്. അതൊക്കെ നഷ്ടമാകുന്ന ആശങ്ക കോൺഗ്രസ് നേതാക്കൾ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞു. ഇത്തരക്കാരെ സംരക്ഷിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുറപ്പെടരുത്. സംരക്ഷിക്കുന്ന സമീപനമാണ് ഇപ്പോൾ സതീശൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന, പ്രകോപനപരമായി സംസാരിക്കുന്ന ഒരാളായി വി ഡി സതീശൻ മാറരുതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ ഇവിടെ ഒതുങ്ങി നിന്നാൽ നല്ലത്. എത്ര പേരിലേക്ക് വ്യാപിക്കുമെന്ന് പറയാൻ കഴിയില്ല. അത്തരമൊരാളെ സംരക്ഷിക്കുന്നത് നല്ലതല്ല. എന്നാൽ പരാതിയുമായി കൂടുതൽ പേർ മുന്നോട്ട് വന്നാൽ അവർക്ക് എല്ലാ സംരക്ഷണവും നൽകും, നിയമപരമായിട്ടുള്ള എല്ലാ സംരക്ഷണവും നൽകും. എന്നാൽ തൻ്റെ പക്കലുള്ള വിവരങ്ങൾ, സ്പെഷ്യൽ ബ്രാഞ്ചിലൂടെയും മറ്റും തനിക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ ഇവിടെ പറയേണ്ടതില്ലല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. യെസ്, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ CPM-നെതിരെ എന്തോ വലിയ വാർത്ത വരാനുണ്ട് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാനതിൽ എന്തെങ്കിലും ഒരു പ്രതികരണത്തിന് ഈ ഘട്ടത്തിൽ തയ്യാറല്ല എന്ന് ഏതാണ്ട് ചിരിച്ചു തള്ളുകയാണ് മുഖ്യമന്ത്രി ആ ചോദ്യങ്ങളോട് ഉള്ള പ്രതികരണത്തിൽ നടത്തുകയും ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.